സോനലിന് ബോർഡ് ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു ഇമാജിനറി ബോർഡ് ഗെയിമിന്റെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. ഓക്കെ. ഈ ഗെയിമിൽ 10 പേരാണ് കളിക്കുന്നത്. അതില് 2 ഹുഹു. പേർക്ക് ഈ ഗെയിമിന്റെ അമ്പയറെയോ റെഫറിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവരുടെ പൈസ ഉപയോഗിച്ചിട്ടോ അവരുടെ പവർ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ. ഇതില് 3 പ്ലേയേഴ്സിന് ഓക്കെ. കളിക്കാനേ താല്പര്യമില്ല. അവര് വേറെന്തൊക്കെയോ ശ്രദ്ധിച്ചു നോക്കുകയാണ്. അവര് ചിലപ്പോ ടേൺസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്. 3 വേറെ പ്ലേയേഴ്സിന് റൂൾസിനെ പറ്റിയിട്ട് വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. അവര് ചുറ്റും ഉള്ള ആൾക്കാരെ കളിക്കുന്നത് നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് മാത്രമാണ്. അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഓക്കെ. പിന്നെയുള്ളത് ബാക്കി 2 പേരാണ്. ഈ 2 ഓക്കെ. പേര് ഇവർക്കും അത്ര റൂൾസിന്റെ കാര്യങ്ങളൊന്നും അത്ര അറിയില്ല. പക്ഷെ അവര് ഓൺ ദ ഗോ ഈ റൂൾസ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇങ്ങനത്തെ ഒരു ഗെയിമാണ് നമ്മള് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ എൻഡ് റിസൾട്ട് ഉണ്ടാവുക? ഇത് നമ്മളെ വീട്ടില് മിക്കവാറും കളിക്കുന്ന കളിയുടെ അവസ്ഥയൊക്കെ പോലെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ അമ്പയറിനെയും റഫറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യത കൂടുതലുണ്ടാവും. പിന്നെ സീരിയസ് ആയിട്ട് കളിക്കാൻ താല്പര്യം ഉണ്ടായി കളി പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയി ദേഷ്യം പിടിച്ച് ബാക്കി ആ അമ്പയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ തെറി വിളിക്കലായിരിക്കും ചിലപ്പോൾ ഓക്കെ. പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. യാ. എന്തായാലും ഈ ആഴ്ച ഇലക്ഷൻ വരുന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറയേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ഷനും നമ്മുടെ ഡെമോക്രസിയും ഒക്കെ ഏകദേശം ഇപ്പോൾ ഈ ഗെയിം പോലെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് എന്താണെന്നുള്ളതൊക്കെ ഈ ഉഹും. എപ്പിസോഡിൽ നോക്കാം. നമസ്കാരം. എല്ലാവർക്കും നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ കൂടെയുള്ളത് സോനൽ. ഈ വ്യാഴാഴ്ച നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. കേരളം ഒരു അസംബ്ലി ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ഇലക്ഷന്റെ കാര്യങ്ങളും ഡെമോക്രസിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡെമോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയാറുള്ളത്. ഇലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരു ഡെമോക്രസിയാണ് എന്നൊക്കെ പൊതുവെ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നാലും നമ്മളൊക്കെ ഈ കോൾഡ് ഓപ്പണിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഇലക്ഷൻ സിസ്റ്റം അത്ര സ്ട്രോങ് ആണോ? അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? അത്ര എഫിഷ്യന്റ് ആണോ? ആ ഇലക്ഷൻ സിസ്റ്റം കൊണ്ട് ഡെമോക്രസി മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? എന്നൊക്കെയുള്ളത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഈ ഒരു എപ്പിസോഡില്. അപ്പോ സോനൽ, നമ്മള് ഉഹും. തുടക്കത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, പൊതുവെ നമ്മളുടെ ഇലക്ഷന്റെ വോട്ടിംഗ് ടേൺ ഔട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു 60-70% ഒക്കെയാണ് കേരളത്തിലുള്ള വോട്ടർ ടേൺ ഔട്ടും അങ്ങനെയൊക്കെ വരാറുള്ളത്. അപ്പൊ പൊതുവെ പാർട്ടിസിപ്പേഷൻ നമ്മൾ വിചാരിക്കുന്ന അത്ര ഉണ്ടാവാറില്ല. എനിക്കൊന്ന് പ്രത്യേകിച്ച് സിറ്റികളിലും അർബൻ പോപ്പുലേഷനൊക്കെയാണ് പൊതുവെ ഇപ്പൊ വോട്ട് ചെയ്യാൻ വരാത്തത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ കുറയുന്ന ഒരു ഉഹും. ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് ആദ്യം നോക്കാം. യാ. അനന്ത് പറഞ്ഞ പ്രശ്നം വളരെ റിയലായ ഒരു പ്രോബ്ലം ആണ്. നമ്മളിപ്പം ഇന്ത്യയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ഒരു പുതിയ ഡെമോക്രസിയാണ് നമ്മുടെ, റൈറ്റ്? നമ്മുടെ കൺട്രിയിൽ ജനാധിപത്യം വന്നിട്ട് ഓൾമോസ്റ്റ് 75 വർഷങ്ങളായി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായി. അപ്പം ഇത്രയും വർഷങ്ങളിൽ എമർജൻസിയുടെ ഒരു 1 1/2 വർഷം ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയത്തും നമുക്ക് കണ്ടിന്യൂസ്ലി ഇലക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമുക്കതിനെ ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല, റൈറ്റ്? ഇന്ത്യ പോലത്തെ ഇത്രയും ആൾക്കാരുള്ള ഒരു രാജ്യം, ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യം, ഇത്രയും സോഷ്യലി ഹൈറാർക്കി ഉള്ള രാജ്യങ്ങളിൽ നമ്മൾ തുടങ്ങിയ വർഷം മുമ്പ് തന്നെ എല്ലാവർക്കും പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഉം, വോട്ട്, എല്ലാ വോട്ടിനും ഒരേ വാല്യൂ എന്ന് പറഞ്ഞ സംഭവമാണ് കൊടുത്തത്. വളരെ റവല്യൂഷണറി ആയ ഒരു കാര്യമാണ്, റൈറ്റ്? പല വെസ്റ്റേൺ കൺട്രീസിനകത്തും അവരൊക്കെ ഡെമോക്രസി അഡോപ്റ്റ് ചെയ്ത സമയത്ത് എല്ലാവർക്കും വോട്ടിംഗ് ഇല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വോട്ടിങ്ങിന് അവകാശമില്ലായിരുന്നു. അതിൽ നിന്നെല്ലാം വിപരീതമായി നമ്മൾ തുടങ്ങിയ ഒരു സിസ്റ്റമാണ്, റൈറ്റ്? പക്ഷേ അതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഡെമോക്രസികൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു വലിയ പ്രശ്നം വേൾഡ് ഓവർ, ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള ഡെമോക്രസികൾ ഫേസ് ചെയ്യുന്നത് ആണെന്ന് പറഞ്ഞാൽ വോട്ടർ പാർട്ടിസിപ്പേഷൻ, എത്ര വോട്ടേഴ്സ് ഒരു ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് എന്നുള്ള പ്രശ്നമാണ്, റൈറ്റ്? നമ്മൾ തുടക്കം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ ഇപ്പം ഒരു ബൂത്ത്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് ജയിക്കുന്നത്. ചിലപ്പോൾ അതൊരു ഉം, 30-35% വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, റൈറ്റ്? അപ്പം ഏകദേശം 65% ബാക്കിയുള്ളവർക്ക് അയാളെ വേണ്ടാന്നാണ്. പക്ഷെ 35% വോട്ട് അയാൾക്ക് കിട്ടി. അയാളുടെ സെക്കൻഡ് വന്നയാൾക്ക് 30 കിട്ടിയുള്ളതുകൊണ്ട് അയാൾ ജയിച്ചു. അപ്പം അവിടെ തന്നെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അപ്പം അതായത് ഏറ്റവും മെജോറിറ്റി പോലും ഇഷ്ടപ്പെടുന്നയാളല്ല ജയിച്ചത്. ഈ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ചൊക്കെ നമ്മൾ മുന്നോട്ട് സംസാരിക്കും. പക്ഷേ വേറൊരു വലിയ പ്രശ്നമുള്ളത്
ഈ വോട്ടർ ടേൺ ഔട്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കൺട്രീസിലെ കുറച്ച് റീസെന്റ് ഇലക്ഷൻസ് എടുക്കുകയാണെങ്കിൽ, സൗത്ത് ആഫ്രിക്കയിൽ 2024 ഇലക്ഷൻ നടന്നു. ഞാൻ അതിന്റെ നമ്പേഴ്സ് നോക്കുമായിരുന്നു. ഓൾമോസ്റ്റ് 59% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. റൈറ്റ്? ഉം, വോട്ടിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള 59% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. യുഎസിൽ റീസെന്റ്ലി ട്രംപ് ജയിച്ച ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ 2024 നടന്ന ഇലക്ഷൻ 64% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഉം, യുകെയിൽ 2024 നടന്ന ഇലക്ഷൻ അത് 60% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിലെ 2024 ബിജെപിയുടെ ഇപ്പൊ മോദി മൂന്നാമത്തെ പ്രാവശ്യം വന്ന ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ അവിടെയും 66% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. റൈറ്റ്? അപ്പം ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഇലക്ഷൻ എടുക്കാം. കേരളത്തിൽ കുറച്ചും കൂടെ നമ്പേഴ്സ് ബെറ്റർ ആണ്. പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ 2021 നടത്തിയ ഇലക്ഷനകത്ത് 78% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 22% ആൾക്കാർ വോട്ട് ചെയ്തിട്ടേ ഇല്ല. റൈറ്റ്? എലിജിബിൾ ആയ ഉം, ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടുവിൽ അവസാനം നടന്ന 2022 ഇലക്ഷനാണെന്ന് തോന്നുന്നു. അവിടെയും ഓൾമോസ്റ്റ് 70% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഗ്ലോബലി ഇതൊരു ട്രെൻഡാണ്. ഓൾമോസ്റ്റ് 30-40% ആൾക്കാര് അവരുടെ ഗവൺമെന്റിന് വേണ്ടി വോട്ട് ചെയ്യുന്നില്ല. റൈറ്റ്? ഉം, അതിനകത്ത് പാർട്ടിസിപ്പേറ്റേ അവർ ചെയ്യുന്നില്ല ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത്. റൈറ്റ്? അപ്പം ആനന്ദ് നേരത്തെ പറഞ്ഞ ഈ നമ്പർ നോക്കുകയാണെങ്കിൽ യങ്ങർ പീപ്പിൾ ആണ് ഏറ്റവും കുറഞ്ഞു വോട്ട് ചെയ്യുന്നത്. റൈറ്റ്? അതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് കുറേ ചോയ്സസ് എടുക്കേണ്ട പ്രായമാണത്. അവർ കോളേജ് ചോയ്സസ്, മാരേജ് ചോയ്സസ്, എഡ്യൂക്കേഷൻ ചോയ്സസ്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ചോയ്സ് ഒക്കെ എടുക്കുക. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് ചോയ്സ് ഒരു വലിയ ചോയ്സ് ആയെന്ന് അവർക്ക് തോന്നുന്നില്ല. അതിന് സമയം ഉം, സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ 18-25 ഇയർ ഓൾഡ്സിലുള്ള വോട്ടിംഗ് പെർസെന്റേജ് ഭയങ്കര കുറവാണ് കമ്പയർഡ് ടു 26 ടു ഒരു 50-60 ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഉം. റൈറ്റ്? അപ്പം ഗ്ലോബലി ഇതൊരു ട്രെൻഡാണ്. നമ്മളൊന്ന് ആം, ഒപ്റ്റിമിസ്റ്റിക് ആയി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ ഇത് ആൾക്കാർക്ക് അവരുടെ വോട്ടിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവരതിനകത്ത് കൺവിൻസ്ഡ് അല്ല. എൻ്റെ ഉം. വോട്ട് ഞാൻ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവും എന്നൊരു കൺവിക്ഷൻ അവർക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ പ്രശ്നം. റൈറ്റ്? ഒപ്റ്റിമിസ്റ്റിക്കലി നമുക്കിതിനെ ചിന്തിക്കുകയാണെങ്കിൽ ആം, ഇതിപ്പം ഇപ്പം എ, ബി, സി 3 ഓപ്ഷനുണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ. ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ വോട്ട് ചെയ്യുന്നത്? എല്ലാവരും മോശമല്ല, അല്ലെങ്കിൽ എല്ലാവരും ആവറേജ് ആണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ന് എല്ലാ ആൾക്കാർക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റൈറ്റ്? അത് ഉം. ഡെമോക്രസിക്ക് നല്ലതാണ്. റൈറ്റ്? ആൾക്കാർ എല്ലാ ചോയ്സും നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാ ചോയ്സും മോശമല്ല എന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ കാരണം ഞാൻ പവർലെസ് ആണ്. എൻ്റെ വോട്ടും കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പവറൊന്നുമില്ല. എൻ്റെ വോട്ടിനൊരു വാല്യൂ ഇല്ല. ഞാൻ വോട്ട് ചെയ്യുന്നത് മീനിങ്ലെസ് ആണ് എന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു പ്രശ്നമാണ്. റൈറ്റ്? അപ്പം അതുകൊണ്ടായിരിക്കും ആൾക്കാർ വോട്ട് ചെയ്യാത്തത്. അപ്പം ഈ ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്തേ തീരുള്ളൂ. കാരണം ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഇത് കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയാണ്. ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്നെയും പിന്നെയും മുന്നോട്ട് കുറഞ്ഞു വരികയാണെങ്കിൽ ഡെമോക്രസി സിസ്റ്റം തന്നെ കുറച്ച് പേര് മാത്രം വോട്ട് ചെയ്ത്, കുറച്ച് പേര് മാത്രം സെലക്ട് ചെയ്ത്, അത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രം റൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറാൻ സാധ്യതയുണ്ട്. അത് വളരെ ആം, പ്രശ്നവത്തായ ഒരു കാര്യമാണ്. റൈറ്റ്? അപ്പം ഇതാണ് ജനറലി വോട്ടർ പാർട്ടിസിപ്പേഷനെ പറ്റി എനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങൾ. സോനില് വോട്ടിന് വാല്യൂവിനെ പറ്റി പറഞ്ഞല്ലോ. ഓരോ ആൾക്കാരും സിഗ്നിഫിക്കൻസ് കാണുന്നത് വോട്ടിന്റെ. അപ്പോ എനിക്ക് തോന്നിയൊരു സംഭവമാണ്. കാരണം നമ്മള് ലോക്സഭ ഇലക്ഷൻ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനില് തെലങ്കാനയിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. മൽക്കജ്ഗിരി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടുത്തെ വോട്ടർമാരും 31.5 ഉഹും. ലക്ഷം വോട്ടർമാരാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളത്. ഓക്കെ. അതേസമയം ഞാനൊക്കെ ഓക്കെ. എന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി വടകരയായിരുന്നു, തലശ്ശേരിയൊക്കെ ഉള്ളത്. അവിടുത്തെ ഉം. ഓൾമോസ്റ്റ് 14 ലക്ഷമാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർ വടകരയിലെ. അപ്പോ ഓക്കെ. ഞാൻ നോക്കുമ്പോ അല്ലെങ്കിൽ മൽക്കജ്ഗിരിയിലുള്ള ഒരാൾ നോക്കുമ്പോ അയാളുടെ വോട്ടിനേക്കാളും 2 ടൈംസ് മോർ വാല്യൂ എന്റെ വോട്ടിനുണ്ട്. കാരണം ഞാൻ 14 ലക്ഷത്തിന്റെ ഇടയിലുള്ള ഒരു ഉം. വോട്ടറാണ്. മൽക്കജ്ഗിരിയിലെ ആള് 31.5 ലക്ഷത്തിന്റെ ഇടയിലുള്ള ഒരാളാണ്. അപ്പോ അങ്ങനത്തെ ഒരു ഫാക്ടറും അവിടെ ഉണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നതാണ്. അപ്പോ ഭയങ്കര വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ഒരാൾ ജയിക്കുമ്പോ, അല്ലെങ്കിൽ അത്ര ക്ലോസ് ഫൈറ്റ് അല്ലാത്തപ്പോ, ഇത്രയധികം വോട്ടർമാര് ഒരു മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവുമ്പോ, ഞാൻ ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവും ജെനുവിൻലി ഞാനിപ്പോ ഒരു വോട്ട് ചെയ്തത് കൊണ്ടൊന്നും ഇലക്ഷൻ മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് മാറാൻ പോകുന്നില്ല എന്നൊക്കെ. ഉം. അപ്പോ ആ ഒരു ഫാക്ടറും കൂടി ഉണ്ടോ ഉം. എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. പിന്നെ മൈഗ്രേറ്റ് ഉം. ചെയ്യുന്നവര്, ഇപ്പോ ഞാനിപ്പോ ബാംഗ്ലൂരാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. എന്റെ വോട്ടിന് ഉം. ചിലപ്പോൾ അത്ര വാല്യൂ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഞാനപ്പോ വോട്ട് ചെയ്യുന്നതിന് മാത്രം ഉം. പൈസയൊക്കെ ചെലവാക്കി മണ്ഡലത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനും ഉം. ആലോചിക്കാൻ സാധ്യതയില്ലേ? അങ്ങനത്തെ ഒരു ഫാക്ടറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? മൈഗ്രേറ്റ് ചെയ്യുന്നവരെ പറ്റിയിട്ടും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വോട്ടിംഗ് സംവിധാനങ്ങൾ എളുപ്പാക്കി കൊടുക്കാം എന്നൊക്കെ. നോ, ഗ്ലോബലി റിസർച്ച് പറയുന്നത് ഈ ഡിസ്റ്റന്റ് ആയിട്ട് വോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂട്ടുന്നതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ്. കാരണം ഇപ്പം ഇന്ത്യയിൽ വേറെ അല്ല, കേരളത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, കേരളത്തിലെ പല മൈഗ്രൻസും പല
കൺട്രീസിലോട്ട് മാറിയിരിക്കുന്നവരാണ്. എഡ്യൂക്കേഷനും പക്ഷെ അതിലുപരി ജോലിക്കായിട്ട് ഗൾഫ് കൺട്രീസിലോട്ട് മാറിയിരിക്കുന്നതാണ്. റൈറ്റ്? നമുക്ക് നമ്മുടെ പൊളിറ്റീഷ്യൻസിനെ അറിയാം. നമ്മുടെ പൊളിറ്റീഷ്യൻസ് പലരും ഗൾഫിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ ആൾക്കാരോട് ക്യാമ്പയിനിങ് നടത്താറുണ്ട്. റൈറ്റ്? പക്ഷെ അത് അവര് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവര് വിളിച്ച് അവരുടെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? ഒരു നിസ്സഹായാവസ്ഥയാണത് കാണിക്കുന്നത്. അവിടെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിസ്സഹായാവസ്ഥയാണ്. റൈറ്റ്? അപ്പോൾ നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇത്ര ഇംപ്രൂവ് ആയ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കതിന് വേണ്ടി ഒരു സിസ്റ്റം എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്ത് ഇവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള സാധനമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വോട്ടിങ്ങിന്റെ പോസിബിലിറ്റീസ് ആൾക്കാർ പറയാറുണ്ട്. അല്ലെങ്കിൽ ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമുക്ക് ഒത്തിരി കോൺട്രോവേഴ്സീസ് ഉണ്ട് ഇവിഎം മെഷീൻ തന്നെ ഉപയോഗിക്കുന്നതിന്. പക്ഷേ ആ സാഹചര്യത്തിൽ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനെപ്പറ്റി ഒരു കോൺവെർസേഷനെങ്കിലും നമ്മൾ തുടങ്ങണം. മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒത്തിരി മൈഗ്രൻസ് ഉണ്ട്. റൈറ്റ്? ഒരു നിവൃത്തിയില്ലാതെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഭയ്യമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, "ആ ടിഎംസി ജയിക്കും, മോദി ജയിക്കും" എന്നൊക്കെ അവരിങ്ങനെ പറയും. റൈറ്റ്? മമത ജയിക്കും, മോദി ജയിക്കും എന്നൊക്കെ പറയും. പക്ഷെ അവർക്കും അത് വോട്ട് ചെയ്യാനുള്ള നിവൃത്തികേട് കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. റൈറ്റ്? സോ അവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് നമ്മള് അതിനെ ചെയ്യേണ്ട ഒരു വഴിയാണ്. റൈറ്റ്? അപ്പോൾ ഡിസ്റ്റന്റ് വോട്ടിംഗ് ഇപ്പം പലപ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ഉള്ളത്. അത് നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ എനിക്കൊരു കാര്യം തോന്നുന്നത്, നമ്മള് ആൾക്കാർക്ക് അവരുടെ വോട്ടിന്റെ വാല്യൂ ആം, അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വോട്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനോ നമ്മൾ എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്? അതായത് അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ആനന്ദ് പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസീസ് കൊണ്ടുവരുവാണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഫെയർ ആയ കോൺസ്റ്റിറ്റ്യുവൻസീസ് കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പൊ 31,00,000 വേഴ്സസ് 44,00,000 ഒരു ലോക്സഭയിലുള്ള ഒരു മെമ്പറിനെ എലക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും വ്യത്യാസമാണെങ്കിൽ അവിടെ ഭയങ്കര പവർ വ്യത്യാസമാണ് സിറ്റിസൺസ് തമ്മിൽ. അത് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്? അപ്പോൾ അതിനേക്കാട്ടും ഉപരിയായി കുറയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ഒരു വോട്ടറിന് തോന്നുന്നത് എൻ്റെ എൻ്റെ വോട്ടിങ്ങിന് കൂടുതൽ എൻ്റെ വോട്ടിന് കൂടുതൽ പവർ ഉണ്ടെന്ന് തോന്നാൻ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ? ഒരു ഐഡിയ നമുക്ക് അവസാനത്തേക്ക് നമ്മൾ പറയാൻ വെക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ വേറൊരു അഭിപ്രായം. യാഹ്! സോണിൽ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു. അതായത് ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യാം ഡിസ്റ്റന്റ് ആയിട്ടുള്ളവർക്കെന്നൊക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് മെയിൽ ഇൻ ബാലറ്റ് ആണ്. നമ്മള് ഈ സർവീസിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് അങ്ങനെയൊക്കെ പോസ്റ്റൽ വോട്ടിങ്ങിന് ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ്ലി എനിക്ക് തോന്നുന്നു യുഎസിൽ ഉം. ഇതൊരു വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. ട്രംപ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു പോസ്റ്റൽ വോട്ടിംഗ് വഴി കുറെ അഴിമതി ഡെമോക്രാറ്റ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ യുഎസ് ആക്ച്വലി അങ്ങനെ ഉം. അലോ ചെയ്യുന്നുണ്ട്. ദൂരെയുള്ളവർക്ക് അത് സർവീസിലിരിക്കുന്നവർക്ക് മാത്രമല്ല സാധാരണ സിറ്റിസൺസിനും അവര് ഈ ഉം. ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്തുനിന്ന് കുറെ ദൂരെയൊക്കെ ആണെങ്കിൽ അവർക്ക് മെയിൽ ഇൻ ബാലറ്റ് വഴി പോസ്റ്റൽ വോട്ടിംഗ് ചെയ്യാം എന്നൊക്കെ. അത് വേണമെങ്കിൽ നമുക്കൊരു ഉം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തായാലും നമ്മൾ പോസ്റ്റൽ വോട്ട് എന്നൊക്കെ ഉം. പറഞ്ഞിട്ട് കുറെ കളക്ട് ചെയ്യുന്നുണ്ട്. അതത്ര ബുദ്ധിമുട്ടില്ലാത്ത ഉം. കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ത്യ പോസ്റ്റ് ഗവൺമെന്റിന് റൺ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അപ്പോ അതുവഴി വേണമെങ്കിൽ ഉം. ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതൊരു പോയിന്റ് വരെ എനിക്ക് ഉം. തോന്നുന്നു ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള മൈഗ്രൻസിനെയൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. മുന്നോട്ടേക്ക് പോകുമ്പോൾ വേറൊരു പ്രശ്നം എനിക്ക് എപ്പോഴും തോന്നുന്നു. നമ്മള് ആ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഗെയിമിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പേർക്ക് ഗെയിമിന്റെ റൂൾസ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെയാണ് എനിക്ക് തോന്നുന്നു ഇലക്ഷന്റെ കേസില് ശരിക്കും എന്തൊക്കെയാണ് ഓരോ പാർട്ടികൾ പ്രോമിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പബ്ലിക് പോളിസി വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ വലിയ വലിയ ഐഡിയാസ് ഒന്നും ഒരു സാധാരണ വോട്ടറിന് അറിയാൻ സാധ്യതയില്ല. അപ്പൊ വോട്ടർമാർക്ക് എത്രത്തോളം ഉം. ഇതിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, എന്തിന്റെ ബേസിസിലാണ് വോട്ട് ചെയ്യുന്നത്, അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? എന്താണത് സോനലിന് തോന്നുന്നത്? തീർച്ചയായും. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കറിഞ്ഞൂടാ റീസെന്റ്ലി കുറച്ച് കൂ കൂടുതൽ ആൾക്കാരുമായിട്ടുള്ള എൻ്റെ സംസാരങ്ങളിനകത്ത് വരുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെമോക്രസി കൊണ്ടൊക്കെ പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ചൈന നോക്കിക്കേ, സിംഗപ്പൂർ നോക്കിക്കേ, അല്ലെങ്കിൽ സൗദി അറേബ്യ നോക്കിക്കേ, അങ്ങനത്തെ കൺട്രീസിലൊക്കെ എന്ത് ഡെവലപ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ട്. ഉം. ഞാനതിനെ ഫണ്ടമെന്റലി ഡിസഗ്രി ചെയ്യുന്ന ആളാണ്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വേറൊരു എപ്പിസോഡിൽ ഡെമോക്രസിനെ പറ്റി സംസാരിക്കാം. പക്ഷേ ഇവരത് അങ്ങനെ അവർക്കങ്ങനെ തോന്നാൻ കാരണം ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. ഇവർക്ക് തോന്നുന്ന അവരുടെ കൺസേൺസ് വളരെ ലെജിറ്റിമേറ്റ് കൺസേൺസ് ആണ്.
അവർക്കങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും വോട്ട് ചെയ്യുന്നത് ഇവരിത് ഉം. ചിന്തിച്ചു അറിഞ്ഞിട്ടൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അവർക്കറിയോ ഇപ്പൊ ബിജെപി ഇപ്പൊ റിലീജിയസ് റീസണൊക്കെ നോക്കിയിട്ടാണ് പലരും വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിജെപി ജയിക്കുന്നത്. ഈ റിലീജിയസ് റീസണും കൊണ്ടൊക്കെ അവർക്ക് വല്ല ഗുണമുണ്ടോ? അവരെ പറ്റിക്കുകയല്ലേ ഈ പൊളിറ്റീഷ്യൻസ്. റൈറ്റ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തില്ല എന്നൊക്കെ സാധനമൊക്കെ പറഞ്ഞ് പറ്റിക്കുകയല്ലേ. അത് തന്നെ നമ്മുടെ കേരളത്തിലെ കേസിൽ കൊണ്ടുവന്നാലും നമുക്ക് നോക്കാം. റൈറ്റ്. അപ്പം അപ്പം ഈ റിലീജിയസ് റീസൺസ് ആണോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇപ്പൊ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെക്കാളും ഹെൽത്തിനെക്കാട്ടും എഡ്യൂക്കേഷനെക്കാട്ടും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കുന്നത്? അപ്പൊ ആൾക്കാർ ഇറാഷണൽ ആണോ? യുക്തിയില്ലാത്ത ആൾക്കാരാണോ ആൾക്കാര്? അങ്ങനെയാണ് ആൾക്കാരെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതെന്നാണ് അവരുടെ ഒരു ഉം. ചോദ്യം. റൈറ്റ്. അപ്പം എടാ ആനന്ദ്, നിനക്കെന്താ തോന്നുന്നത്? ആൾക്കാര് യുക്തിയില്ലാത്ത ആൾക്കാരാണോ? ഇറാഷണൽ ആണോ നമ്മുടെ വോട്ടേഴ്സ്? അതോ ആൾക്കാര് യുക്തിയില്ലാത്ത രീതിയിലാണോ വോട്ട് ചെയ്യുന്നത്? എന്താണ് നിന്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് യുക്തിയില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അവരുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കണക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയയോ ഒരു പൊളിറ്റീഷ്യൻ പറയുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക. അവരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന എന്തോ ഒരു സാധനം ഒരു പൊളിറ്റീഷ്യൻ പറയുന്നത് കൊണ്ടായിരിക്കും അവർ വോട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ബിജെപിയുടെ കേസൊക്കെ പറയുമ്പോൾ ഒരു മതം ഒരു വലിയൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ക്യാമ്പയിനും കാര്യങ്ങൾക്കൊക്കെ. പലരും അവരുടെ ഉം. അവരുടെ ഐഡന്റിറ്റി തന്നെ കാണുന്നത് മതത്തിലൊക്കെ ആയിരിക്കും. അപ്പോ അവർക്ക് അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനം ആണ് ചിലപ്പോ ബിജെപിയും അല്ലെങ്കിൽ ഏതെങ്കിലും കാസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ പറയുന്നവരും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോ എവിടെയെങ്കിലൊക്കെ ഉം. അവരായിട്ട് കണക്ട് ചെയ്യുന്ന അവർക്ക് വേണമെന്ന് തോന്നുന്ന എന്തോ ഒരു കാര്യം പറയുന്നത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ നീ പറഞ്ഞ കാര്യത്തിലോട്ട് ഞാൻ തിരിച്ചു വരാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ ആർഗ്യുമെന്റ് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാം. റൈറ്റ്. ഉം, ആൾക്കാര് പറയുന്ന സംഭവം എന്താണ്? റൈറ്റ്. അപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കും ആനന്ദ് ഇദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തിങ്കറാണ് ബ്രയൻ കപ്ലൻ എന്ന് പറഞ്ഞൊരു ഉം, എക്കോണമിസ്റ്റ്. റൈറ്റ്. യുഎസ് ബേസ്ഡ് എക്കോണമിസ്റ്റ് ആണ്. അപ്പോൾ ബ്രയൻ കപ്ലന്റെ എല്ലാ ടോക്സും എല്ലാ ബുക്സും അടിപൊളിയാണ്. അപ്പം ആർക്കെങ്കിലും ഇലക്ഷൻസിനെ പറ്റി മൈഗ്രേഷനെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ, എക്കണോമിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഗ്ലോബൽ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കാൻ ബ്രയൻ കപ്ലന്റെ ടോക്സും ബുക്സൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, മിത്ത് ഓഫ് റാഷണൽ വോട്ടർ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഡെമോക്രസി എന്ന സിസ്റ്റം തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് വോട്ടേഴ്സിന് യുക്തിയുണ്ട്, അല്ലെങ്കിൽ അവർ റാഷണലാണ്, അവർക്ക് ഏറ്റവും നല്ല ലീഡറിനെ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കൊണ്ടാണ് ഡെമോക്രസി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. അപ്പം പക്ഷെ അത് ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ്സ്. അപ്പോൾ കപ്ലൻ പറയുന്നത് പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്. അപ്പം പുള്ളി ചില എക്സാമ്പിൾസ് ഇതിന്റെ പറയുന്നുണ്ട്. അപ്പോൾ വോട്ടേഴ്സിനെല്ലാം ഫണ്ടമെന്റലി കുറേ ബയസുകളുണ്ട്. അവരുടെ യുക്തിനെ ഇങ്ങനെ അടച്ചു വെക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പുള്ളി അതിന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആന്റി മാർക്കറ്റ് ബയസ് ആണ്. റൈറ്റ്. അതായത് കൂടുതൽ മാർക്കറ്റുകളും കൂടുതൽ എന്താ പറയുക ബിസിനസ്സുകളും കൂടുതൽ ആൾക്കാർക്ക് ട്രേഡ് നടത്താനുള്ള അവസരങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഗുണമേ ഉള്ളൂ, നമ്മളെപ്പോഴും സാമ്പത്തികമായിട്ട് വളരാനേ സാധ്യതയുള്ളൂ, ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ എല്ലാ കൺട്രിയിലെയും വോട്ടിംഗ് സിസ്റ്റം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് ഇടാനും കൂടുതൽ താരിഫ് ഇടാനും കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനും റെഗുലേഷൻസ് കൊണ്ടുവരാനുമാണ് ആൾക്കാർ എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്താണ് വോട്ട് ചെയ്യുന്നത്. റൈറ്റ്. അപ്പം അപ്പോൾ ആൾക്കാർക്ക് ഗുണമില്ലാത്ത സാധനത്തിന് വേണ്ടിയാണ് ആൾക്കാർ എപ്പോഴും വോട്ട് ചെയ്യുന്നത്. എല്ലാ കൺട്രിയിലും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയാം. റൈറ്റ്. അടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആന്റി ഫോറിൻ ബയസ് എന്ന് പുള്ളി പറയുന്നുണ്ട്. അതായത് മൈഗ്രൻസ് ഒരു കൺട്രിയിലേക്ക് വരുന്നതുകൊണ്ട്, ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലോട്ട് മൈഗ്രൻസ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ യുഎസ് എടുക്കുകയാണെങ്കിൽ യുഎസിലേക്ക് മൈഗ്രൻസ് പോകുന്നതുകൊണ്ട് ഈ കൺട്രീസ് എല്ലാം ഗുണം ഉണ്ടായിട്ടേ ഉള്ളൂ. അവരെല്ലാം റിച്ചർ ഉം, ആയിട്ടേ ഉള്ളൂ. അവരെല്ലാവരും കൾച്ചറലി സൗണ്ട് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ടെല്ലാം അവർക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. അതേസമയം ഫോറിൻ കൺട്രീസുമായിട്ട് നമ്മൾ വാർസ് കുറയ്ക്കുക, ട്രേഡ് കൂട്ടുക, അങ്ങനെ ചെയ്യുമ്പോഴും ആ കൺട്രിക്ക് എപ്പോഴും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വോട്ടിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ പല കൺട്രീസുമായിട്ട് യുദ്ധം ചെയ്യാനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ട്രേഡ് കട്ട് ചെയ്യാനാണ് വോട്ട് ചെയ്യുന്നത്, മൈഗ്രൻസ് വരുന്നത് തടയാനാണ് വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വോട്ടിംഗ് പോകുന്നത്. അവിടെയും ആൾക്കാർ അവർക്ക് ഗുണമുള്ളതിനാണോ വോട്ട് ചെയ്യുന്നത് അല്ലതിനാണോ വോട്ട് ചെയ്യുന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. റൈറ്റ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളെല്ലാം ശരിയാണ്. ബ്രയൻ കപ്ലൻ പറയുന്നതിൽ ഒത്തിരി ശരിയുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഉം, കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. റൈറ്റ്. ആം, ഈ ഇതിനെപ്പറ്റി ഇപ്പൊ ഇന്ത്യയിലുള്ള തിങ്കേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വോട്ടേഴ്സിനെ പറ്റി ആൾക്കാർ പറയുന്ന വേറെയും കുറ്റങ്ങളുണ്ട്. അതായത് ഇപ്പം ഇന്ത്യയിലെ വോട്ടേഴ്സിന് ഐഡിയോളജി ഇല്ല. റൈറ്റ്. എല്ലാവരും ഇപ്പം ഒരു വോട്ടറിന് പൈസ കൊടുത്താണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം
ഈ തമിഴ്നാട്ടിലൊക്കെ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ടിവി കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വോട്ടിംഗ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഒത്തിരി മദ്യവും, ഡ്രഗ്സും, പൈസയും, അരിച്ചാക്കുകളും സാധനങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് ആൾക്കാർ ഐഡിയോളജീൻ്റെ പുറത്തല്ല വോട്ട് ചെയ്യുന്നത്, വെറുതെ വോട്ട് ചെയ്യാണ്. അതേപോലെ ഇപ്പോൾ കേരളത്തിലെ കേസാണെങ്കിൽ പറയാറുണ്ട്, നമ്മളിപ്പം നമ്മുടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ നോക്കിയല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്, റൈറ്റ്? സ്ഥാനാർത്ഥി കഴിവുള്ള ആളാണോ കഴിവില്ലാത്ത ആളോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്. കോൺഗ്രസ്ന്ന് ആര് നിന്നാലും ഞാൻ വോട്ട് ചെയ്യും എന്നുള്ളതാണ് പലരുടെയും ഇത്, റൈറ്റ്? ഏറ്റവും കഴിവില്ലാത്ത ആൾ നിന്നാലും ഞാൻ വോട്ട് ചെയ്യും. അല്ലാതെ സിപിഎമ്മിന്ന് ആര് നിന്നാലും ഞാൻ വോട്ട് ചെയ്യും എന്നുള്ളതാണ് വേറെ ചിലർ ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിച്ചും നമ്മുടെ ഗുണങ്ങളും മോശമൊക്കെ അസസ് ചെയ്താണോ നമ്മൾ വോട്ട് ചെയ്യുന്നുള്ളതാണ് ചോദ്യം, റൈറ്റ്? അപ്പം ഇതിനെപ്പറ്റി എനിക്ക് 1, 2 കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മലയാളികൾ പലരും ചിന്തിക്കുന്ന ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെ, വിവരമില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത നോർത്ത് ഇന്ത്യയിലെ കുറേ ആൾക്കാർ റിലീജിയസ് റീസൺ നോക്കി ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ബിജെപി പോലത്തെ ഒരു ഗവൺമെൻറ് വന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ റിസർച്ച് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുഎസിലാണ് ഈ റിസർച്ച് നമ്പേഴ്സ് ഞാൻ കണ്ടത് ബ്രയൻ കപ്ലൻ്റെ ബുക്കിനകത്ത്. അതായത് എഡ്യൂക്കേഷൻ കൂടിയതുകൊണ്ട് വോട്ടർ റാഷണാലിറ്റി കൂടുന്നില്ല, വോട്ടേഴ്സിൻ്റെ യുക്തി കൂടുന്നില്ല എന്നുള്ളതാണ് ഒരു നമ്പർ, റൈറ്റ്? അപ്പം നമ്മൾ കുറേ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ റിലീജിയസ് റീസൺ വോട്ട് ചെയ്യാതിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, റൈറ്റ്? അങ്ങനെ ആൾക്കാർ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, 1. 2, ഈ റിലീജിയസ് റീസൺസ് ഇമ്പോർട്ടൻ്റ് അല്ല ആൾക്കാരെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ തെറ്റായൊരു ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റ്? ഉം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2011 സെൻസസ് എടുത്ത സമയത്ത് ഇന്ത്യയിലെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു നമ്പർ എടുത്തു, റൈറ്റ്? ആ നമ്പർ എടുത്തപ്പോൾ ഇന്ത്യയിൽ 3 മില്യണിലധികം റിലീജിയസ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് ഫിസിക്കലായിട്ടുള്ള ഇപ്പോൾ പള്ളികളും അമ്പലങ്ങളും അങ്ങനത്തെ സ്ട്രക്ചേഴ്സ്. ഈ നമ്പർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഈ സെൻസസിനകത്ത് എടുത്ത ഫിസിക്കൽ വീടുകളടക്കമുള്ള ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് എടുത്ത സമയത്ത് ഈ റിലീജിയസ് സ്ട്രക്ചേഴ്സിൻ്റെ നമ്പർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് നമ്പർ ഓഫ് സ്കൂളുകളെക്കാട്ടും ഹോസ്പിറ്റലുകളെക്കാട്ടും ഡിസ്പെൻസറികളെക്കാട്ടും ഒക്കെ കൂടുതലാണ്, റൈറ്റ്? ഉം. നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാവും റിലീജിയൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്കാർക്ക് എന്നുള്ളത്, റൈറ്റ്? നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഇപ്പം ഒരാളിപ്പോൾ റിലീജിയൻ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് റിലീജിയൻ ഫോളോ ചെയ്യുന്നവർ മണ്ടന്മാരാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, അതിൻ്റെ അർത്ഥം റിലീജിയൻ ഫോളോ ചെയ്യുന്ന എല്ലാവരും മണ്ടന്മാരെന്നുള്ളതല്ല. അവർക്ക് റിലീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടേതായ കാരണങ്ങൾ കൊണ്ട്, റൈറ്റ്? അതിനെ നമുക്കൊരിക്കലും ചെറുതാക്കി കാണിക്കാൻ പറ്റില്ല. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടോ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ റിലീജിയസ് റീസൺസ് പലർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിജെപിക്ക് അതിനകത്തോട്ട് കടന്നു കയറാൻ പറ്റി എന്നുള്ളത് അവരുടെ ബുദ്ധിയാണ്, കഴിവാണ്, റൈറ്റ്? നമുക്ക് ഉം. അത് അവർ ആൾക്കാരെ ചൂഷണം ചെയ്യുകയാണെന്നൊന്നും നമുക്ക് അത്രമാത്രം ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനം അഡ്രസ്സ് ചെയ്തേ തീരുള്ളൂ. അത് തന്നെയാണ് ഡെമോക്രസിയുടെ ഫണ്ടമെൻ്റലായ ഒരു കാര്യം. അതുമായിട്ട് ഞാനോ നീയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നവരോ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ അതാണ് സത്യാവസ്ഥ, റൈറ്റ്? ഇപ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ബയസ്ഡ് ആണ്, റൈറ്റ്? ലോകത്ത് ബയസ്ഡ് അല്ലാത്ത ആരും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജോനതൻ ഹെയ്ഡിൻ്റെയൊക്കെ റിസർച്ച് ഉണ്ട് ഇതിനെപ്പറ്റിയുള്ള. ആരും ബയസ്ഡ് അല്ലാത്ത ആരും ഇല്ല, റൈറ്റ്? എല്ലാവരും ബയസ്ഡ് ആണ്. നമ്മൾ സെക്യുലറായ ആൾക്കാർ സെക്യുലറായ രീതിയിൽ ബയസ്ഡ് ആണ്, റിലീജിയസ് ആയ ആൾക്കാർ റിലീജിയസ് ആയ രീതിയിൽ ബയസ്ഡ് ആണ്. അപ്പോൾ എല്ലാവരും ബയസ്ഡ് ആണ്. അതുകൊണ്ട് പക്ഷേ എനിക്ക് ബയസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ ചോയ്സുകൾ ഇറാഷണൽ ആവുന്നുണ്ടെന്ന്, അത്രയും ഇറാഷണൽ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, റൈറ്റ്? നമ്മുടെ ബയസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മുടെ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസൊക്കെ കൺസിഡർ ചെയ്ത് നമുക്കൊരു, നീ ആദ്യം പറഞ്ഞ പോലെ, ആനന്ദ് ആദ്യം പറഞ്ഞ പോലെ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നല്ലതാരാണ്, നമ്മുടെ കൺട്രിക്ക് നല്ലതാരാണ്, എനിക്ക് നല്ലതാരാണ്, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് നല്ലതാരാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന വോട്ടിംഗ് ആണ്. അത് ഇംപെർഫെക്റ്റ് ഉം. ആയിരിക്കാം, അത് ഐഡിയൽ ആവണമെന്നില്ല. പക്ഷേ അത് ഇറാഷണൽ ആണെന്ന് പറഞ്ഞ് നമുക്കതിനെ പുച്ഛിക്കാനുള്ളൊരു ഒരു ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, റൈറ്റ്? അപ്പോൾ ഒരു സെക്യുലർ ആൾക്ക് റിലീജിയസ് കാര്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് പുള്ളിക്ക് റാഷണൽ ആയിട്ടുള്ളത്. പക്ഷേ റിലീജിയസ് ആൾക്ക് എൻ്റെ റിലീജിയസ് കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം, റൈറ്റ്? മൂന്നാമത് പറയുമ്പോൾ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞു റിലീജിയസ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 2, ഈ റാഷണാലിറ്റി എന്നൊക്കെ പറയുന്നത് കുറച്ച് ബയസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നോർമലാണ്. അത് മാറേണ്ടതുണ്ട്. നമ്മൾ ശ്രമിച്ചും ചിന്തിച്ചും ഒക്കെ മാറേണ്ടതുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഇൻ വൺ വേ ഓർ ദി അതർ ബയസ്ഡ് ആണെന്നുള്ളതാണ് ഒരു പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ഐഡിയോളജി ഇല്ല എന്നാണ് ജനറലി പൊതുവെ ആൾക്കാർ പറയാറ്. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി നമ്മൾ വെറുതെ കണ്ണടച്ച് വോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും എന്നൊന്നുമില്ല, എല്ലാവരും റൈറ്റ് ആണ് അല്ലെങ്കിൽ എല്ലാവരും ലെഫ്റ്റ് ആണെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് വായിച്ചിരുന്നു, ഒരു ബ്രില്യൻ ബുക്ക്, ഐഡിയോളജി ആൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു. ഞങ്ങളതിൻ്റെ ലിങ്ക് ഷോ നോട്ട്സിലിടാം. അവർ പറയുന്നൊരു കാര്യം, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളൊരു ഐഡിയ ആണ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളൊരു ഐഡിയ, റൈറ്റ്? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ലേബർ ഫോക്കസ്ഡ് ആയിട്ടുള്ള പോളിസീസ് വരണം, റൈറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇത് വരണം. അപ്പം ഈ ആഡം സ്മിത്ത് ഒരു സൈഡിൽ കാൾ മാർക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള കോൺവെർസേഷൻസ് നടക്കുന്നത്
ഈ വെസ്റ്റേൺ കൺട്രീസിലാണ്. ഇന്ത്യയില് നമുക്ക് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഡിവിഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഐഡിയോളജി ഇല്ലാന്നല്ല. ഇന്ത്യയിലുള്ള ഐഡിയോളജി 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരതിന് വിളിക്കുന്ന പേര് ഒന്ന് പൊളിറ്റിക്സ് ഓഫ് സ്റ്റേറ്റിസം, വേറൊന്ന് പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ. റൈറ്റ്? പൊളിറ്റിക്സ് ഓഫ് സ്റ്റേറ്റിസം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് അതായത് നമ്മുടെ ഗവൺമെന്റ് എത്രമാത്രം ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണം, ഇടപെടണ്ട. ഇടപെടണം എന്ന് പറയുന്നവർ ഒരു സൈഡില്, ഇടപെടണ്ട എന്ന് പറയുന്നവർ വേറൊരു സൈഡില്. റൈറ്റ്? എസ്പെഷ്യലി റിലീജിയസ് കാര്യങ്ങൾ. റൈറ്റ്? ഉം. ഒരുപക്ഷെ അപ്പോൾ അവര് 2014 2000 അതിന് മുമ്പുള്ള ഇലക്ഷൻസിന്റെയൊക്കെ ജനറൽ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷന്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ട് അവർ പറയുമായിരുന്നു. റിസൾട്ടും അതുമായിട്ടുള്ള സ്റ്റഡീസും സർവേസൊക്കെ അവർ ചെയ്ത് അവർ പറയുമായിരുന്നു. ബിജെപിക്ക് വേണ്ടി കൂടുതൽ വോട്ട് ചെയ്ത ആൾക്കാര് നോക്കുകയാണെങ്കിൽ ആം, റിലീജിയസ് കാര്യങ്ങളിനകത്ത് ഗവൺമെന്റ് അധികം ഇടപെടണ്ട എന്ന് പറയുന്നവരാണ് അങ്ങനെയുള്ളവർ. റൈറ്റ്? അതേസമയം റിലീജിയസ് കാര്യങ്ങളിൽ കൂടുതൽ ഗവൺമെന്റ് ഇടപെടണം എന്ന് പറയുന്നവരാണ് മറ്റേ സൈഡ്. റൈറ്റ്? ഉം. അപ്പോൾ പൊളിറ്റിക്സ് ഓഫ് സ്റ്റേറ്റിസം, സ്റ്റേറ്റ് എത്രമാത്രം ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടണോ ഇടപെടണ്ട എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരു ഐഡിയോളജി. വേറൊരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ. അതായത് പല ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി കാസ്റ്റുകളുണ്ട്, ഒത്തിരി ക്ലാസ്സുകളുണ്ട്, ഒത്തിരി ഐഡന്റിറ്റീസ് ഉണ്ട്, അത് ഒത്തിരി റേസസ് ഉണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ. അത് റിസർവേഷൻ ഉം. ആണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കോൺവെർസേഷൻ. റൈറ്റ്? അപ്പോൾ കൂടുതൽ റിസർവേഷൻ കൊടുക്കുന്നത് ഏത് പാർട്ടിയാണ്, റിസർവേഷന് വേണ്ടി അത്രയും സംസാരിക്കാത്ത വേറെ ഏതൊരു പാർട്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ 2024 ഇലക്ഷൻ നമ്മൾ ജനറൽ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ബിജെപിയുടെ സീറ്റുകൾ ഒത്തിരി കുറഞ്ഞു ആ ഇലക്ഷനിൽ. അപ്പം അതിനുവേണ്ടി ഉം. പറയുന്ന വലിയൊരു കാരണം കോൺഗ്രസിന് പലരെയും കൺവിൻസ് ചെയ്യാൻ പറ്റി. ബിജെപി പവറിലേക്ക് വരികയാണെങ്കിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് ചെയ്ത് റിസർവേഷൻ എടുത്ത് കളയും എന്ന് ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു വലിയൊരു പോയിന്റായിട്ട് പറയുന്നത്. റൈറ്റ്? അപ്പം അപ്പോൾ പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷനും പൊളിറ്റിക്സ് ഓഫ് സ്റ്റേറ്റസും ആണ് ഇന്ത്യയിലെ ഐഡിയോളജി. അപ്പോൾ ആൾക്കാർ ഐഡിയോളജി ഇല്ലാതെ വോട്ട് ചെയ്യുന്നതല്ല. നമ്മൾ വെസ്റ്റേൺ ലെഫ്റ്റ് റൈറ്റ് രീതി ചിന്തിക്കുകയാണെങ്കിൽ ഐഡിയോളജി ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പറഞ്ഞ ഫ്രെയിം വർക്കിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഐഡിയോളജി ഉണ്ട്. അത് നോക്കി തന്നെയാണ് വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് ഒരു പരിധിവരെ. അപ്പം അപ്പം വോട്ടേഴ്സിന്റെ റാഷണാലിറ്റി ഇല്ല, യുക്തിയില്ലാത്ത വോട്ടേഴ്സാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് തോന്നുന്നത്, ഈവൻ നമുക്കടക്കം തോന്നുന്ന ഒരു അഹങ്കാരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യാ. ഞാൻ വേറൊരു സംഭവം കൂടി ഇതില് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇലക്ഷന്റെ മെക്കാനിസത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അത് ഈ ഇലക്ഷന്റെ ഫിനാൻസിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഉം. 2024 ഇലക്ഷന്റെ സ്റ്റാറ്റിസ്റ്റിക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. എത്ര ആണ് ഓരോ പാർട്ടികളും സ്പെൻഡ് ചെയ്തത് ഇലക്ഷൻ ക്യാമ്പയിനെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉം. പാർട്ടികൾ ഡിസ്ക്ലോസ് ചെയ്ത കണക്ക് വെച്ചിട്ട് ബി.ജെ.പി സ്പെൻഡ് ചെയ്തത് 1737 കോടി രൂപയാണ് കഴിഞ്ഞ ഇലക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. ലോക്സഭ ഇലക്ഷന്റെ കാര്യമാണ്. കോൺഗ്രസ് സ്പെൻഡ് ചെയ്തത് ഉം. 656 കോടിയാണ്. അതായത് ഒരു 1000 കോടിയുടെ വ്യത്യാസമുണ്ട് ജയിച്ച അല്ലെങ്കിൽ പവറിലിരിക്കുന്ന ബി.ജെ.പി സ്പെൻഡ് ചെയ്തതും കോൺഗ്രസ് സ്പെൻഡ് ചെയ്തതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. ടോട്ടൽ സ്പെൻഡിങ് 2024 ഇലക്ഷന്റെ എല്ലാ പാർട്ടികളും സ്പെൻഡ് ചെയ്തത് ഏകദേശം 1.25 ലക്ഷം കോടി രൂപയൊക്കെയാണ്. 1.35 ലാക്ക് ക്രോർ പൈസ എന്തോ സ്പെൻഡ് ഉം. ചെയ്തിട്ടുണ്ട് എല്ലാ പാർട്ടികളും. ഇതൊക്കെ എനിക്ക് ഉം. തോന്നുന്നു ബ്ലാക്ക് മണി ഒന്നും കൺസിഡർ ചെയ്യാതെ ശരിക്കും സ്പെൻഡ് ചെയ്ത പൈസയാണ്. അപ്പോൾ ബ്ലാക്കിലൊക്കെ ഉം. ചിലപ്പോൾ കുറെ പൈസ അല്ലാതെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയധികം പൈസ ഉം. ഇലക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ഇലക്ഷനും. ഇത് ലോക്സഭ ഇലക്ഷന്റെ സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഞാനപ്പോൾ ഇത് ഉം. വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇത് ഏതെങ്കിലും രാജ്യത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നേപ്പാളിന്റെ ബഡ്ജറ്റ് ഒക്കെ ആയിട്ട് ഏകദേശം സിമിലർ ആണ് നമ്മളിവിടെ ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസ. അപ്പോ ഞാനിങ്ങനെ ഉം. ആലോചിക്കായിരുന്നു എന്തിനൊക്കെ ആയിരിക്കും ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോ മിക്കവാറും ഇലക്ഷൻ അനൗൺസ് ഉം. ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഒരു കാൻഡിഡേറ്റിന് ഉണ്ടാവുള്ളൂ വോട്ടർമാരെ കാണാൻ വേണ്ടിയിട്ട്, ആ ഏരിയ മുഴുവൻ കവർ ചെയ്യാൻ ഉം. വേണ്ടിയിട്ട്. ഇപ്പോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഉം. തെലങ്കാനയിലെ ഒരു മണ്ഡലത്തിൽ 31 ലക്ഷം വോട്ടർമാരുണ്ട് എന്നൊക്കെ. അപ്പൊ ഇവരെല്ലാവരെയും പോയി കാണണം, ഉം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയുള്ളത് വലിയൊരു ടാസ്ക് ആണ് ശരിക്കും ഒരു കാൻഡിഡേറ്റിന് മുന്നിൽ. അപ്പോ ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ ആരെങ്കിലും ഡെലിഗേറ്റ് ചെയ്യുക, കുറച്ച് പേരെ ഹയർ ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാലോ ഇപ്പൊ മീഡിയ ക്യാമ്പയിനിങ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പല ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി ഒരുപാട് ഉം. പൈസ ചെലവാകും. ഈ എല്ലാവരുടെ അടുത്തും ആളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നൊക്കെയുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഉം. പൈസ ചെലവാക്കുന്നത്. ഇത് നമ്മൾ വെറുതെ സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പവറിലിരിക്കുന്നവരായിരിക്കും മിക്കവാറും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നത്. അപ്പോ ഉം. ഈ പൈസയൊക്കെ എവിടുന്ന് വരുന്നു? ഈ 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം കോടി രൂപ എന്നൊക്കെ പറയുന്നത് എവിടുന്ന് വരുന്നു എന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ച് നോക്കായിരുന്നു. അപ്പോ എവിടുന്നാണ് ഈ പൈസ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ 88% കോർപ്പറേറ്റ് ഡൊണേഷൻസ് ആണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇലക്ഷന്റെ ഉം. ലോക്സഭ ഇലക്ഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മനസ്സിലാവുന്നത്. അപ്പൊ മെജോറിറ്റി ഉം. പൈസയും വരുന്നത് കോർപ്പറേറ്റ് ഡൊണേഷൻസ് ആണ്. അവരാണ് മേജർലി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്.
ഉം. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ഉം. നോക്കൂ. ഈ കോർപ്പറേറ്റ് ആൾക്കാരാണ് ഇത്രയും ഫണ്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഗവൺമെന്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്. ഉം. ആരാണ് ഡൊണേറ്റ് ചെയ്യുന്നത് അവർക്ക് ഉം. വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കാൻ സാധ്യത. ഇതില് കുറച്ചു കാലം മുന്നേ വരെ നിങ്ങൾക്കറിയായിരിക്കും ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്കീം വഴിയായിരുന്നു കോർപ്പറേറ്റുകൾ ഡൊണേഷൻ ചെയ്ത് കൊണ്ടിരുന്നത്. അത് 2024 ഉം. സുപ്രീം കോടതി ബാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ ഇലക്ട്രൽ ബോണ്ട് എടുക്കരുത് ഉം. എന്ന് പറഞ്ഞിട്ട്. കാരണം അത് ആരാണ് ഡൊണേറ്റ് ചെയ്യുന്നതെന്നും ആരാണ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എവിടുന്നാണ് ഡൊണേഷൻ വരുന്നതെന്ന് അറിയില്ല. ഭയങ്കര അനോണിമസ് ആയിരുന്നു ഡൊണേഷൻസ്. അപ്പോ അത് ഉം. ഒഴിവാക്കിയിട്ട് സുപ്രീം കോടതി അങ്ങനത്തെ ഒരു വിധി വന്നു. ഇപ്പോഴും പക്ഷേ ഈ ഡൊണേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഉം. 2013 യുപിഎ ഗവൺമെന്റ് സമയത്ത് ഒരു ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഇപ്പം മെയിൻലി ഈ ഇലക്ഷൻ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ ഒന്ന് ഇത് ഗവർണൻസിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. കാരണം ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ് ഫണ്ട് ചെയ്യുന്നത്. നമ്മൾ ആ തുടക്കത്തിലെ ഗെയിമിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് എന്ത് ലോസ് ആണ് വരേണ്ടത്, അല്ലെങ്കിൽ എന്ത് പോളിസീസ് ആണ് ഉം. വരേണ്ടതെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഉം. പ്രധാനമായിട്ട് ഫണ്ട് ചെയ്യുന്നത് എംപ്ലോയീസ് ആയിരിക്കും, യൂണിയന്റെ ആൾക്കാരായിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ വലിയ ഉം. ലാൻഡ് ഓണേഴ്സ്, വലിയ ഫാർമേഴ്സ്, ഉം. ഭയങ്കര വലിയ പൈസയുള്ള ആൾക്കാർ, ഇവരൊക്കെയാണോ നമ്മളുടെ ഉം. ഇലക്ഷൻ സിസ്റ്റവും നമ്മുടെ ഗവർണൻസ് സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതൊരു ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇതിനെതിരെ ഉം. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കുറെ പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഫോർ ഉം. എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് 40 ലക്ഷം ആയിരിക്കണം ഓരോ അസംബ്ലിയിലെ ഇലക്ഷന്റെയും ക്യാപ്പ്. ഇത്ര മാത്രമേ ഒരു കാൻഡിഡേറ്റ് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ലോക്സഭ ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് സ്പെൻഡ് ചെയ്യേണ്ടത് 95 ലക്ഷം രൂപയാണെന്നുള്ളൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് പലപ്പോഴും കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഈ ലിമിറ്റ് ഇല്ല. അവർക്ക് എത്ര വേണമെങ്കിലും ഉം. സ്പെൻഡ് ചെയ്യാം. എത്ര വേണമെങ്കിലും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പൈസ ഇടാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ ഉം. പലപ്പോഴും നമ്മളെ കാൻഡിഡേറ്റ്സിന്റെ പൈസ ലിമിറ്റ് ചെയ്യുമ്പോഴും അത് പാർട്ടി ടേക്കപ്പ് ചെയ്യും കൂടുതൽ പൈസ കൊടുത്തിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലാക്കിലായിരിക്കും ആ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതായിട്ട് ലീഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഇങ്ങനത്തെ പോളിസി വന്നതുകൊണ്ട്. അപ്പോ ഉം. ഞാൻ വെറുതെ ഒന്ന് നോക്കുവായിരുന്നു എന്തൊക്കെയായിരിക്കും നമുക്ക് ഇതിൽ സൊല്യൂഷൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. ഞാൻ സോനലിന്റെ അഭിപ്രായം ചോദിക്കാം. ഉം. എനിക്ക് ഉം. തോന്നുന്നു നമ്മൾ എന്തായാലും ഈ ഒരു ലിമിറ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യണം. ഓരോ കാൻഡിഡേറ്റും ഇത്ര സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുകളിൽ ഉം. കൃത്യമായിട്ടൊരു ഡിസ്ക്ലോഷറും കൊണ്ടുവരണം. ആരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത്, എത്രയൊക്കെയാണ് ഓരോ പാർട്ടിക്കും പോയത് എന്നൊക്കെയുള്ള ഒരു കൃത്യം ഡിസ്ക്ലോഷർ കൊണ്ടുവരണം. ഉം. ഇങ്ങനത്തെ ഒരു 2-3 കാര്യമാണ്. എനിക്കത് ബാൻ ചെയ്യണം എന്നുള്ളൊരു ഒപ്പീനിയൻ ഇല്ല. കാരണം ഫണ്ട് കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്. ഒരു പാർട്ടിക്ക് കൊടുക്കുക, ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കാനോ എന്താണെങ്കിലും. സോനലിന് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? കാരണം ഇതൊരു പ്രശ്നമാണോ? എങ്ങനെയാണ് ഇതിനൊന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുക എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ആം, 1, 2 കാര്യങ്ങള് തോന്നുന്നത് നമ്പർ 1 ഇപ്പം നമ്മള് നോക്കുകയാണെങ്കിൽ ഇപ്പം കോർപ്പറേറ്റ്സ് എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നത്? കോർപ്പറേറ്റ്സ് ഗവൺമെന്റിന് പൈസ കൊടുക്കാൻ കാരണം ആഹ്, അവര് പൈസ കൊടുത്ത് ഗവൺമെന്റ് ജയിച്ച് വന്നാൽ അവർക്ക് കുറച്ച് ഫേവറബിളായ പോളിസികളുണ്ടാവും. കുറച്ച് ഉം, പെർമിഷൻസ് കിട്ടും. കുറച്ച് സപ്പോർട്ട് കിട്ടും എന്നൊക്കെയാണ് അവരുടെ ഒരു ഉദ്ദേശം. റൈറ്റ്? അപ്പോ ഒരു ഗവൺമെന്റിന് കുറേ പെർമിഷൻ ഉണ്ടാക്കാനും, കുറേ പോളിസി ഉണ്ടാക്കാനും ഒക്കെയുള്ള പവർ ഉള്ളതുകൊണ്ടാണല്ലോ അവര് ഈ ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നത്. റൈറ്റ്? ഇപ്പൊ ഈ കോർപ്പറേറ്റ് പോയിട്ട് വെറുതെ എനിക്ക് കൊണ്ട് പൈസ തരത്തില്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല അവരുടെ ജീവിതം എളുപ്പമാക്കാൻ. ഉം, റൈറ്റ്? പവറുള്ള ഗവൺമെന്റ് കയ്യിലാണ് കൊടുക്കുക. ഇപ്പൊ ഈ ഗവൺമെന്റിന് ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ പവർ ഉള്ളതുകൊണ്ടാണ് ഗവൺമെന്റിൽ ഇത്രയും പൈസ വരുന്നത്. ഓക്കെ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു കോർപ്പറേറ്റിന് ഇവിടെ ബിസിനസ് നടത്താൻ മൊത്തം 100 റൂളുണ്ട്. ആ 100 റൂളും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണെങ്കിൽ അവര് ഒരു പക്ഷേ ആ പാർട്ടിക്ക് ജയിക്കുന്ന പാർട്ടിക്ക് 100 കോടി രൂപ കൊടുക്കും. ഗവൺമെന്റിന് പക്ഷേ 20 റൂളെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് പവർ ഉള്ളുവെങ്കിൽ അവർ ആ 100 കോടി കൊടുക്കത്തില്ല. 20 കോടിയേ അവർ കൊടുക്കുമായിരിക്കുള്ളൂ. റൈറ്റ്? അത്രയും പൈസ കൊടുക്കത്തില്ല. കാരണം ഗവൺമെന്റ് അത്രയും ആവശ്യം അവർക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഫണ്ടമെന്റലി നമ്മുടെ ഗവൺമെന്റ് ഭയങ്കര പവർഫുൾ ആണ്. ഗവൺമെന്റിന് ഒത്തിരി റൂൾസ് ഉണ്ടാക്കാനുള്ള പവേഴ്സും ആവശ്യമില്ലാത്ത കുറേ പോളിസീസും ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ഡോർ എവിടെ വെക്കണം, ജനൽ എവിടെ വെക്കണം എന്നുള്ള പോളിസീസ് വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഈ കോർപ്പറേറ്റുകൾക്ക് ഗവൺമെന്റുമായിട്ടുള്ള പിൻവാതിൽ കൂട്ടുകെട്ടുകളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്നൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിയത്. സോ ഗവൺമെന്റിന്റെ പവേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം ഇന്ത്യയില് കോർപ്പറേറ്റ് യുഎസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോബിയിങ് എന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് കോർപ്പറേറ്റ് എന്റിറ്റികൾക്ക് വലിയ ബിസിനസ്സുകൾക്കോ അല്ലാത്തവർക്കൊക്കെ ഗവൺമെന്റിന്റെ അടുത്ത് ലോബി ചെയ്യാം.
റൈറ്റ്? ലോബി ചെയ്ത് അവർക്ക് വേണ്ട പോളിസീസ് കൊണ്ടുവരാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ലോബി ചെയ്യാം. ഇന്ത്യയിൽ അങ്ങനത്തെ ലോബിയിങ് ഇല്ലീഗലാണ്. റൈറ്റ്? ഉം. അപ്പം ഇല്ലീഗലാക്കിയത് കൊണ്ട് ലോബിയിങ് കുറയുന്നില്ല. നമ്മൾ ഈ ഇലക്ഷൻ ഉം. കമ്മീഷൻ ഈ 45 ലക്ഷം രൂപയെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 45 അല്ലല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. കുറേ ബ്ലാക്ക് മണിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. റൈറ്റ്? ഉം. അപ്പം അതുപോലെ ലോബിയിങ് ഇല്ലീഗലാക്കിയത് കൊണ്ട് ആരും ഇവിടെ ലോബിയിങ് ചെയ്യാതിരിക്കുന്നില്ല. അവരതിന് പകരം രഹസ്യമായിട്ട് ലോബിയിങ് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ലോബിയിങ് ലീഗലാക്കുക. അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ട് ആരാണ് ലോബി ചെയ്യുന്നതെന്ന് അറ്റ്‌ലീസ്റ്റ് നമുക്ക് കാണുമെങ്കിലും ചെയ്യാം. റൈറ്റ്? അല്ലെങ്കിൽ ഉം. അതിനെപ്പറ്റി ന്യൂസ് പേപ്പറുകളിൽ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് എന്താണ് അവിടെ ചെയ്യുന്നത്, കോർപ്പറേറ്റ്സും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എന്താണെന്ന് പരസ്യമാവട്ടെ. നമ്മൾ അതിലെന്താണ് തെറ്റ്? അവരത് പിൻവാതിലിൽ എന്തായാലും ചെയ്യും. അവസാനം അവർ മുന്നിൽ വന്ന് ചെയ്യട്ടെ. നമുക്കത് കാണാം. അതിനനുസരിച്ച് വോട്ടേഴ്സിന് തീരുമാനം എടുക്കാം. അപ്പം ഗവൺമെന്റും കോർപ്പറേറ്റുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആം, കുറയ്ക്കുന്നതാണ് ഒരു വഴിയുള്ളത്. നമ്മൾ ഈ പൈസ ഉം. കുറയ്ക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവർ ഫണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റൈറ്റ്? അപ്പം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറയ്ക്കണമെങ്കിൽ ഒന്ന് ഗവൺമെന്റിന്റെ പവർ ഒന്ന് കുറയ്ക്കണം. 2 ഈ ലോബിയിങ് അതുപോലത്തെ കാര്യങ്ങൾ ഒന്നും കൂടെ പരസ്യമാവുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിൽ ലീഗലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉം. ഇതില് ജർമ്മനിയും കാനഡയൊക്കെ ഫോളോ ചെയ്തൊരു എക്സാമ്പിള് ഞാൻ വായിക്കായിരുന്നു. അപ്പോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോർപ്പറേറ്റിനോ ഒരാൾക്കാർക്കോ ഡൊണേറ്റ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കില് ഗവൺമെന്റിന് പൈസ കൊടുക്കുക. ഉം. ഗവൺമെന്റ് അത് വോട്ട് പെർസെന്റേജ് വെച്ചിട്ട് ഓരോ പാർട്ടികൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ള പാർട്ടിക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക. ഐ മീൻ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക അങ്ങനെയാകുമ്പോ. ആ ഒരു ഉം. മെക്കാനിസം സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ടോ? എന്താണ് സോനലിന് തോന്നുന്നത്? ഉം. അതായത് ഒരു ഗവൺമെന്റ് പൈസ വാങ്ങിയിട്ട് കോർപ്പറേറ്റുകളുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ഓരോ പാർട്ടികൾക്കും വീതിച്ചു കൊടുക്കുന്ന ഒരു മെക്കാനിസം. എനിക്ക് അവിടെയും പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. കാരണം അത് കുറച്ചും കൂടെ ഫെയറാണ്. ഉം. പക്ഷേ അവിടെയും ഒരു പിൻവാതിലിലൂടെ റൂൾ ചെയ്യുന്ന ഗവൺമെന്റിനല്ലേ കൂടുതൽ കൊടുക്കാൻ സാധ്യത എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഞാനും അത് തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി ആലോചിച്ചത്. കാരണം ഗവൺമെന്റ് ആണ് പൈസ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബയസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഞാനും യാഹ്. ആലോചിച്ചത്. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മള് ഇപ്പത്തെ ഒരു ഇലക്ഷൻ സിസ്റ്റം, നമ്മളിപ്പോ വോട്ട് ചെയ്യുന്ന സിസ്റ്റം ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സോണിന് പറയാൻ പറ്റുമോ? അതിന്റെ പ്രശ്നം എന്തൊക്കെയാണ്? കാരണം ഇപ്പത്തെ വോട്ടിംഗ് മെക്കാനിസം ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ളതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്നാണ് പറയുന്നത്. റൈറ്റ്? FPTP. റൈറ്റ്? നമ്മുടെ ഇലക്ഷൻ ഉം. സിസ്റ്റത്തിന് പറയുന്ന പേരാണത്. ലോകത്ത് ഈ ഒരു ഇലക്ഷൻ ടൈപ്പ് സിസ്റ്റം അല്ല ഉള്ളത്. പല ടൈപ്പ് ഇലക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. റൈറ്റ്? ഈവൻ ഇന്ത്യയിൽ തന്നെ പല ടൈപ്പ് ഇലക്ഷൻ സിസ്റ്റം ഉണ്ട്. നമ്മുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെയൊക്കെ ഇലക്ട് ചെയ്യുന്ന സിസ്റ്റം ഒരു ഡിഫറെന്റ് സിസ്റ്റമാണ്. അത് നമ്മുടെ ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം അല്ല. അപ്പം ഈ സിസ്റ്റം ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്? അവിടെ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആഹ്, ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആളാണ് ജയിക്കുന്നത്. റൈറ്റ്? ഉം. അവിടെ 50% ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പം ഇപ്പം എ, ബി, സി 3 പേര് മത്സരത്തിന് നിൽക്കുകയാണ്. എ എന്ന് പറഞ്ഞ ആൾക്ക് 35% വോട്ട് കിട്ടി. ബി എന്നയാൾക്ക് 33% വോട്ട് കിട്ടി. സി എന്നയാൾക്ക് 32% വോട്ട് കിട്ടി. അപ്പം ഉം. 35, 33, 32 35% വോട്ട് കിട്ടിയ ആളാണ് ജയിക്കുക. റൈറ്റ്? അപ്പം ഉം. അവിടെ മെജോറിറ്റി ആളാണോ ജയിച്ചത്? അല്ല. ഏറ്റവും മുന്നിൽ വന്നയാളാണ് ജയിച്ചത്. നമ്മളൊരു ഓട്ട മത്സരത്തിൽ ജയിക്കുന്ന പോലെയാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കാര്യമായ ഡിബേറ്റ്സ് ഈ വിഷയത്തെപ്പറ്റി നടന്നിരുന്നു. ഇതാണോ നമുക്ക് ഏറ്റവും നല്ല സിസ്റ്റം എന്നുള്ളൊരു കോൺവെർസേഷൻ നടന്നിരുന്നു. റൈറ്റ്? അപ്പം നമ്മളൊരു ഐഡിയൽ വേൾഡ് എടുക്കുകയാണെങ്കിൽ ഒരു 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 നമ്മുടെ ഒരു സ്വർഗ്ഗം നമ്മൾ കാണുകയാണെങ്കിൽ ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം അല്ല ഏറ്റവും നല്ല സിസ്റ്റം. കാരണം ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ പ്രതിഫലിക്കുന്നില്ല. ആ 35% മാത്രമേ അവരുടെ ഇഷ്ടം മാത്രമേ പ്രതിഫലിക്കുന്നുള്ളൂ. എ ആണ് ജയിക്കുന്നതെങ്കിൽ. റൈറ്റ്? ഉം. മെജോറിറ്റിയുടെ പോലും ഇഷ്ടം പ്രതിഫലിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റം അല്ല. അപ്പം പക്ഷേ ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുള്ള ഡിബേറ്റ്സ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന അസംബ്ലിയിലുള്ള ഡിബേറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി റീസെൻ്റ്ലി വായിക്കുകയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഡിബേറ്റ്സ്. അവിടെ സയ്യിദ് കമറുദ്ദീൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. പുള്ളി ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം വേണ്ട, വേറൊരു സിസ്റ്റത്തെ പറ്റി പുള്ളി ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അംബേദ്കർ
റിപ്ലൈ ആയിട്ട് അന്നത്തെ നമ്മുടെ ലോ മിനിസ്റ്റർ പിന്നെ ആയിട്ടുള്ള അംബേദ്കറിന് റിപ്ലൈ ആയിട്ട് കൊടുത്ത ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വേറെ സിസ്റ്റങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റമാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. നമ്മളൊരു ഉം. വോട്ടിംഗ് സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്താൽ മതി. ആ വോട്ട് ചെയ്യുന്നയാൾ ജയിക്കുമോ ഇല്ലയോ, നമ്മൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുമല്ലോ നോക്കിയാൽ മതി. റൈറ്റ്. അന്ന് ഇന്ത്യയിലെ ഇലിറ്ററസി ഒക്കെ ഭയങ്കര കുറവായിരുന്ന സമയത്ത് ആ സിസ്റ്റം അതുകൊണ്ടാണ് അഡോപ്റ്റ് ചെയ്തതെന്നാണ് അംബേദ്കർ പറയുന്ന ഒരു കാര്യം. ഉം. രണ്ടാമത്തെ കാര്യം, ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും എളുപ്പത്തിൽ ഈ മെജോറിറ്റി ഉണ്ടാവാൻ എളുപ്പം. അതായത് ഇപ്പം നമുക്കിപ്പം നമ്മൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്താലും ഇപ്പോൾ കേരളത്തിൽ 140 അസംബ്ലി സീറ്റ്സ് ഉണ്ട്. 70 കൂടുതൽ സീറ്റ് കിട്ടിയ ആൾക്കേ ഭരിക്കാൻ പറ്റുള്ളൂ. 70 കൂടുതൽ ആർക്കും കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ മുന്നണികൾ ഫോം ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടത്തണം. റൈറ്റ്. അപ്പം അങ്ങനത്തെ ഒരു പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ എളുപ്പത്തിൽ മെജോറിറ്റി ഫോം ചെയ്യാനും നല്ലത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റുകൾക്ക് കാരണമായി തീരും എന്നാണ് പറഞ്ഞത്. 5 കൊല്ലം ഭരിക്കുന്ന ഗവൺമെന്റുകൾ, അങ്ങനെ സ്റ്റെബിലിറ്റി നമുക്കുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നടക്കേണ്ട ആവശ്യമില്ല. ഈ മുന്നണി മാറ്റങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലെന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഉം. അത് 2 കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ സാഹചര്യത്തിൽ. കാരണം അന്ന് ഉണ്ടായി വരുന്ന ഒരു കൺട്രിയായ ഇന്ത്യക്ക് സ്റ്റെബിലിറ്റിയുടെ ആവശ്യം വളരെയധികം ഉണ്ടായിരുന്നു. ലിറ്ററസി വളരെയധികം കുറവായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത് അത്രമാത്രം റെലവന്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്. അതേപോലെ ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിന് വേറെയും പ്രശ്നങ്ങളുണ്ട്. റൈറ്റ്. ഇപ്പം ഉം. നമ്മളിപ്പം 2021 ഇലക്ഷൻസ് എടുക്കാം. 2021 ഇലക്ഷനിൽ എൽഡിഎഫിന്റെ വോട്ട് പെർസെന്റേജ് ഓൾമോസ്റ്റ് 45% ഏ. ഉം. യുഡിഎഫിന്റെ വോട്ട് പെർസെന്റേജ് ഏകദേശം 40% ഉം. അപ്പം വെറും 5% വ്യത്യാസമേ ഉള്ളൂ അവരുടെ വോട്ട് പെർസെന്റേജുകൾ തമ്മിൽ. പക്ഷെ അവരുടെ സീറ്റ് പെർസെന്റേജ് വ്യത്യാസം നമുക്ക് നോക്കാം. ഉം. 99 സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത്. അതേസമയം 41 സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത്. ഓൾമോസ്റ്റ് 50% വ്യത്യാസം സീറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ്. അപ്പം ഉം. ജനങ്ങളുടെ വോട്ടിംഗ് പെർസെന്റേജ് നമ്മൾ നോക്കുമ്പോൾ അതായിരുന്നു അവർക്ക് വേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. അതേസമയം എൻ ഡി എക്ക് 12% വോട്ട് കിട്ടി. അവർക്ക് സീറ്റുകളൊന്നുമില്ല എന്നുള്ളൊരു സംഭവം കൂടിയാണ് വേറെ സൈഡിൽ നടക്കുന്നത്. റൈറ്റ്. ഉം. ഇനി ഇതിനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 1967 ഇലക്ഷൻ നടന്നിരുന്നു. അന്ന് ഇ.എം.എസ് മുഖ്യമന്ത്രിയായ ഇലക്ഷനിൽ നമ്മുടെ സപ്തമുന്നണി ഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ സിപിഎമ്മും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇവരെല്ലാവരും കൂടി ഒരു മുന്നണി രൂപീകരിച്ച് ഗവൺമെന്റ് ഫോം ചെയ്തിരുന്നു. അന്ന് സിപിഎമ്മിന് കിട്ടിയത് 23% വോട്ടാണ്. ഉം. 23% വോട്ട്. അവർക്ക് 52 സീറ്റ് കിട്ടി കേരളത്തിൽ. അവർ ഉം. മുന്നണിയായിട്ട് ഫോം ചെയ്തിരുന്നു. പക്ഷേ സിപിഎമ്മിന് ഒറ്റകക്ഷിയായിട്ട് 52 സീറ്റ് കിട്ടി. അതേസമയം കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. വോട്ട് ഷെയർ കിട്ടിയത് 35% വോട്ട്. കോൺഗ്രസിന് ആകെ 9 സീറ്റാണ് കിട്ടിയത്. റൈറ്റ്. ഉം. അപ്പം ഇ.എം.എസ് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിരാക്ഷസന്റെ കളികളാണ് ഇതെന്നാണ് പലരും പറഞ്ഞത്. വളരെയധികം പൊളിറ്റിക്കലി ബ്രില്യൻ്റ് ആയ ഒരു മനുഷ്യനായിരുന്നു ഇ.എം.എസ്. പുള്ളിയുടെ കളികളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതായിരുന്നു റിയാലിറ്റി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വെറും 30% സീറ്റോ 35% ഇപ്പം നമ്മുടെ സെൻട്രൽ ഇലക്ഷൻസ് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് എപ്പോഴും 35% സീറ്റൊക്കെ കിട്ടാറുള്ളൂ. വോട്ട് ഷെയറേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഓൾമോസ്റ്റ് 300 സീറ്റുകൾ 250 സീറ്റുകളൊക്കെ പാർലമെന്റിൽ ബി.ജെ.പിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ പാർട്ടികൾക്ക് എല്ലാവരിലേക്കും എത്തിപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതോ ഒരു 35% 40% സ്ട്രാറ്റജിക് ആയ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ്. ഇപ്പം ഇതിനൊക്കെ നമ്മൾ പ്രീണനം അല്ലെങ്കിൽ ക്ലയന്റലിസം, പേട്രണേജ് അല്ലെങ്കിൽ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പം മുസ്ലിം പ്രീണനം നടത്തുന്നു, അല്ലെങ്കിൽ എസ്.സിക്കാരുടെ ഇടയ്ക്ക് പ്രീണനം നടത്തുന്നു. അപ്പം അപ്പം പാർട്ടികളെല്ലാം പലപ്പോഴും ബുദ്ധിപരമായിട്ട് അവരുടെ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ഈ 35-40% ആൾക്കാരാണ്. ഇവരുടെ വോട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും മന്ത്രിസഭയിലോട്ട് വരും, അല്ലെങ്കിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാവും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ഭരിക്കും. ഞാൻ ഇവർക്ക് മാത്രം ഗുണങ്ങൾ കൊടുത്താൽ മതി, ബാക്കിയുള്ളവർക്ക് എന്ത് ഉം. സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമ്മുടെ ഡെമോക്രസി ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം. ആ പ്രശ്നം നമ്മളെല്ലാവരും കാണുന്നതാണ്. ബി.ജെ.പിയുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിൽ അവരുടെ ഒരു ഹിന്ദു മെജോറിറ്റി അപ്പർ കാസ്റ്റ് വോട്ടുകൾ മാത്രം അവർ ടാർഗറ്റ് ചെയ്താൽ മതി മെയിൻലി. അതുകൂടാതെ കുറച്ച് ഒ.ബി.സി വോട്ടുകൾ അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ എന്നും ഭരിക്കാം. കാരണം ഓൾമോസ്റ്റ് 70%-ത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ആം, ആം, ഹിന്ദുക്കളായതുകൊണ്ട് അത്രയും വോട്ടിൻ്റെ അതിൻ്റെ പകുതി പോലും അവർക്ക് ആവശ്യമില്ല ഒരു മെജോറിറ്റി പാർലമെന്റിൽ കിട്ടാൻ വേണ്ടി. അപ്പം ആ ഒരു സ്ട്രാറ്റജിയോടെ അവർ പോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വേറൊരു പോയിന്റ് FPTP ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റത്തെ പറ്റി. ഉം. സോനലപ്പ ഇതിന് സൊല്യൂഷനായിട്ട് ഒരു കാര്യം തുടക്കത്തിലും പറഞ്ഞല്ലോ. ഈ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും, ഈ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ പറ്റിയൊരു വോട്ടിംഗ് മെത്തേഡോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്യോ? യാ.
ഇതിന് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങളും ഉം, അതിനെക്കാട്ടും ഉപരിയായി ലോകത്ത് പല സ്ഥലങ്ങളിലും ഡെമോക്രസിയിലുള്ള വോട്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടിന് വാല്യൂ ഉണ്ടോ എന്ന് ഉം. ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണ്. റൈറ്റ്. അപ്പോൾ ആൾക്കാരുടെ വോട്ടിന് കുറച്ചും കൂടെ വാല്യൂ കൊണ്ടുവരിക. അതിലൂടെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ ഉള്ളൊരു മോട്ടിവേഷൻ കൊണ്ടുവരിക. നമ്മൾ വോട്ടർ പാർട്ടിസിപ്പേഷൻ കുറയാന്ന് പറഞ്ഞു. ഉം. അതിനുവേണ്ടി അവരുടെ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടുവരിക. പൊളിറ്റീഷ്യൻസ് കുറച്ചൊരു ഗ്രൂപ്പിലേക്ക് വേണ്ടി മാത്രം അവര് ഫോക്കസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനത്തെ രീതിയിൽ ഡെമോക്രസി കുറച്ചും കൂടെ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനമാക്കി മാറ്റാൻ നമുക്കൊരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ സിസ്റ്റത്തെ പറ്റി 1947 മുതലുള്ള 50 കാലങ്ങളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി ഡിബേറ്റ്സ് നടന്നപ്പോൾ അന്ന് പലരും ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഞാൻ ഉം. നേരത്തെ അത് പറഞ്ഞല്ലോ. അന്ന് അവർ പറഞ്ഞ സിസ്റ്റത്തിന്റെ പേര് റാങ്ക് ചോയ്സ് വോട്ടിംഗ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. റൈറ്റ്. ഉം. അപ്പം ഈ ഐഡിയക്കെതിരെ പലരും പല കുറ്റങ്ങളും കാര്യങ്ങളും പറയാറുണ്ട്. അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട് ഈ ഒരു സിസ്റ്റത്തിന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ ആം, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രസിഡൻഷ്യൽ വോട്ടിനൊക്കെ വേണ്ടി പ്രസിഡന്റിന്റെ വോട്ടിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സിസ്റ്റം ഇതാണ്. റൈറ്റ്. അപ്പം ഈ സിസ്റ്റത്തിന്റെ പല ടൈപ്പ് വേർഷൻസ് ഉണ്ട്. ലോകത്തുള്ള പല കൺട്രികളിൽ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അയർലൻഡിൽ ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇസ്രായേലിൽ ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. പല കൺട്രികളിലും പല ടൈപ്പ് ഓഫ് ഇലക്ഷനുകൾക്ക് ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ്. അപ്പം അയർലൻഡിലുള്ള റീസെൻ്റ്ലി ഉള്ളൊരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുമായിരുന്നു. അവിടുത്തെ ഒരു വോട്ടേഴ്സ് പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടിന് വാല്യൂ ഉണ്ടെന്ന് തോന്നിയത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നതിന് ശേഷമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കും എങ്ങനെ ഈ സിസ്റ്റത്തിൽ വാല്യൂ ഉണ്ടെന്ന് തോന്നാം. റൈറ്റ്. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ പല രീതികളുണ്ട്. അതിനകത്ത് ഒരു ടൈപ്പാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഇന്ത്യയിൽ തോന്നുന്നൊരു ടൈപ്പാണ് പറയുന്നത്. റീസെൻ്റ്ലി കാർത്തിക് മുരളീധരൻ എന്ന് പറഞ്ഞൊരു പബ്ലിക് പോളിസി എക്കണോമിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ആക്സിലറേറ്റിംഗ് ഇന്ത്യാസ് ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിനകത്ത് ഈ ഐഡിയ എഴുതിയപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ഐഡിയ റാങ്ക് ചോയ്സ് വോട്ടിംഗ് ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. റൈറ്റ്. ഉം. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഇപ്പം നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 3 പേരാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ഒരു മണ്ഡലത്തിൽ നിൽക്കുന്നത്. എ, ബി, സി 3 പേര്. എയ്ക്ക് 35% വോട്ട് കിട്ടുന്നു. ബിക്ക് 33% വോട്ട് കിട്ടുന്നു. സിക്ക് 32% വോട്ട് കിട്ടുന്നു. ഇന്നത്തെ നമ്മുടെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എ ആണ് ജയിക്കുക 35% ഉം. വോട്ടും കൊണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിക്കും ബിക്കും വോട്ട് ചെയ്തവരാണ് 65% ആൾക്കാരും. റൈറ്റ്. ഉം. അപ്പം എങ്ങനെ നമുക്കിതിനെ കുറച്ചും കൂടെ പ്രൊപ്പോർഷണൽ ആക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. എനിക്ക് ഒന്നെങ്കിൽ എക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബിക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിക്ക് വോട്ട് ചെയ്യാം. ഇതിന് പകരം ഞാനിപ്പം വോട്ടിങ്ങിന് പോകുന്ന സമയത്ത് എൻ്റെ വോട്ടിൽ എനിക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഉം. ഫസ്റ്റ് പ്രിഫറൻസ് ആരാണ്, സെക്കൻഡ് പ്രിഫറൻസ് ആരാണ്, തേർഡ് പ്രിഫറൻസ് ആരാണ്. ഈ 3 പ്രിഫറൻസും എനിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഉം. അങ്ങനെയാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യാണ്. എ ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്, ബി ആണ് എൻ്റെ സെക്കൻഡ് പ്രിഫറൻസ്, സി ആണ് എൻ്റെ തേർഡ് പ്രിഫറൻസ് എന്ന് നമുക്ക് ഉം. സെലക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ നമ്മളിപ്പം വോട്ടെല്ലാം കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് 35% വോട്ടേ കിട്ടിയിട്ടുള്ളെങ്കിൽ നമ്മൾ അയാളെ അവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കത്തില്ല. നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് എത്ര ശതമാനം വോട്ട് ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ അയാൾ വിന്നർ ആവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പം നമുക്കൊരു ഉം. ഒരു നമ്പർ വെക്കാം. 60% അല്ലെങ്കിൽ 50%. നമുക്ക് 50 വെക്കാം. 50 ഒരു ഒരു മെജോറിറ്റി മാർക്കാണല്ലോ. 50% വോട്ട് ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ അയാൾ ജയിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ നോക്കിയപ്പോൾ എയ്ക്കുള്ള ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ നോക്കിയാൽ എയ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് 35% വോട്ടുണ്ട്. ബിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് 33 ഉണ്ട്. സിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് 32 ഉണ്ട്. ഈ അവസ്ഥയിൽ എയും ബിയും സിയും ആണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഉം. ഇതിനകത്ത് നമ്മളിനി സെക്കൻഡ് പ്രിഫറൻസ് വോട്ടുകൾ നോക്കുന്നു. സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് നോക്കിയ സമയത്ത് സിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരും പറയുന്നത് സി അല്ലെങ്കിൽ എനിക്ക് അടുത്ത ഓപ്ഷൻ ബി ആണെന്നുള്ളതാണ്. ഉം. റൈറ്റ്. അങ്ങനെ ആവുമ്പോൾ സിയുടെ എല്ലാവരുടെയും വോട്ട് നമ്മൾ ബിയിലേക്ക് എടുത്തിടുന്നു. കാരണം സി ആണല്ലോ ഉം. ഏറ്റവും കുറവ് വന്നയാൾ. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബിക്ക് 65% വോട്ടായി. എക്ക് ഇപ്പോഴും 30%-ത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ ഉം. നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞവരാണ്. റൈറ്റ്. ഉം. അപ്പോൾ അപ്പം ബി ആണ് കൂടുതൽ നല്ലതെന്ന് നമുക്ക് ആ സാഹചര്യത്തിൽ ചിന്തിക്കാം. അപ്പം ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എയിനെ ഇഷ്ടപ്പെടുന്ന ആകെ 35% പേരേ ഉള്ളൂ. ബിനെയോ സിനെയോ ഇഷ്ടപ്പെടുന്നവരാണ് 65% എങ്കിൽ ബിയോ സിയോ വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനകത്ത് ബിനാണ് കുറച്ച് മുൻതൂക്കമെങ്കിൽ ബി വരുന്നതാണ് നല്ലതെന്നുള്ളതാണ് നമ്മുടെ ഈ ഐഡിയനകത്തുള്ളൊരു പോയിന്റ്. റൈറ്റ്. അപ്പം ഈ ഉം. സിസ്റ്റം നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ ഇത്രയും സിംപ്ലിഫൈ ചെയ്തത്. ഇത് കുറേ ഇതിൻ്റെ ഡിഫറെൻറ്റ് പരിണാമങ്ങളുണ്ട്. ഇതിൻ്റെ ഇതിനകത്ത് പല കോംപ്ലക്സിറ്റീസും പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനെപ്പറ്റി 1-2 ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കൂടുതൽ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ ഒരു സ്ഥാനാർത്ഥീനെ ചൂസ് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യണം. അവരുടെ ഇഷ്ടങ്ങളും കൂടെ നമ്മൾ ആ സ്ഥാനാർത്ഥി സെലക്ഷൻ പ്രോസസ്സിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിനകത്തെ ഐഡിയ. അപ്പോൾ ഈ ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം മാത്രമല്ല വേറെ സിസ്റ്റംസ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ ഐഡിയയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത് ട്രൈ ഔട്ട് ചെയ്യാനും ഒരു പൈലറ്റ് റൺ ചെയ്യാനും നമ്മൾ ഇവിഎം മെഷീൻ ട്രൈ ചെയ്തതുപോലെയും ഒക്കെ നമുക്കിതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റും. യാഹ്. യാഹ്! എനിക്ക് സോൺലി ഐഡിയ പറഞ്ഞപ്പോ തോന്നിയൊരു കാര്യം, അതായത് നമ്മൾ ചിലപ്പോ എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് ആവണമെന്നില്ല മെജോറിറ്റി ആൾക്കാരുടെയും. പക്ഷെ ലാസ്റ്റ് പ്രിഫറൻസ് ആവാതെ നിന്നാ ഉം. മതി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഇവിടെ ബി യാഹ്! ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടില്ല മെജോറിറ്റി ആൾക്കാരുടെയും. പക്ഷേ എ യാഹ്! ആയിരുന്നു ചിലപ്പോ മെജോറിറ്റി ആൾക്കാരുടെയും ലാസ്റ്റ് പ്രിഫറൻസ് ആയത്. അപ്പോ എല്ലാവരെയും വെറുപ്പിക്കാതെ യാഹ്! എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളെ ആയിരിക്കും ചിലപ്പോ അപ്പോ അങ്ങനത്തെ ഒരു ഇലക്ഷൻ സിസ്റ്റം കൊണ്ട് ജയിക്കാൻ സാധ്യത അല്ലേ? യാഹ്! അല്ല ഡെമോക്രസിനെ പറ്റി പറയുന്നത് ഇതാണ്. ഡെമോക്രസിയിൽ നമുക്ക് ഏറ്റവും നല്ല റൂളറിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അല്ല ഡെമോക്രസി. പക്ഷെ ഒരു മോശം റൂളറിനെ മാറ്റാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രസി എന്നാണ് പലരും ഡെമോക്രസിയുടെ ഗുണമായിട്ട് പറയുന്ന ഒരു കാര്യം. യാഹ്! ഓക്കെ. അപ്പൊ നമ്മള് ഇത്രയും നേരം ഇലക്ഷന്റെ കുറെ മെക്കാനിസത്തിനെ പറ്റി സംസാരിച്ചു. നമ്മൾ വോട്ടർ പാർട്ടിസിപ്പേഷന്റെ കാര്യം, എന്തുകൊണ്ട് വോട്ടർ പാർട്ടിസിപ്പേഷൻ കുറയുന്നു, എങ്ങനെയാണ് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങള് സംസാരിച്ചു. വോട്ടർമാർ യുക്തിപരമായിട്ടാണോ വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അഥവാ യുക്തിപരമായിട്ടല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളതും നമ്മൾ പറഞ്ഞു. അതേപോലെ ഇലക്ഷന്റെ ഫിനാൻസിങ് മെക്കാനിസം എങ്ങനെയൊക്കെയാണ് ഓരോ പാർട്ടിക്കും ഫണ്ട് കൊടുക്കുന്നത്, ആരൊക്കെയാണ് കൊടുക്കുന്നത്, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ സോണില് അവസാനത്തേക്ക് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും വേറൊരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക എന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറയുക, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യുക, അത് ഡെമോക്രസിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് വിചാരിച്ചത്. എന്തായാലും ഈ വ്യാഴാഴ്ച നമ്മളൊക്കെ ഈ പ്രോസസ്സിലേക്ക് ഇറങ്ങുകയാണ്. ആ ഒരു സാഹചര്യത്തില് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതുവഴി പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുക. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് യുക്തിപരമായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. പക്ഷെ എന്തായാലും ഈ പ്രോസസ്സിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നമ്മളെ ഡെമോക്രസി ആക്കുന്നതിന്റെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇലക്ഷനാണ്. അതിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക അതെ. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ്. ഇത്രയും നേരം കേട്ട് നിന്ന എല്ലാവർക്കും താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ ബൈ.